ഹായ്, ഫിലോറസ് ലൈഫ് സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നു ജസ്റ്റിൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എവർഗ്രീൻ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് ചിക്കൻകാരി കുർത്തീസ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ ലക്നൌവി ചിക്കൻകാരി കുർത്തീസിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണും കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ഇതുപോലെ നല്ലൊരു ബ്രൈറ്റ് പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് മൽമൽ കോട്ടണിലാണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കളറാട്ടോ ഇത്. ഇതിന്റെ യോക്ക് സൈഡ് ഇതുപോലെ നല്ലൊരു ഹെവി വർക്കാണ് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും ഹാൻഡ് മെയ്ഡ് ആണ്, ഹാൻഡ് വർക്ക് ആണ്. അവർ ഒത്തിരി നാള് സ്പെൻഡ് ചെയ്തെടുത്ത് ചെയ്യുന്ന ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിലാണ് ആ ഒരു വർക്ക് വന്നിട്ടുള്ളത്. താഴേക്കും ആ ഒരു ഫ്ലോറൽ വർക്ക് പോലെ വന്നിട്ടുണ്ട്. പിന്നെ സ്ലിറ്റഡിലും ഈ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ വരുന്നു. ആ നെക്ക് ലൈനിലും ഇതുപോലെ ഒരു വർക്കും, ബാക്ക് സൈഡ് സെന്ററിൽ ഇതുപോലൊരു വർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 പീസ് സെറ്റ് ആണ് കേട്ടോ. ഇതിന്റെ ബോട്ടം വരുന്നത് ആ സെയിം ഷെയ്ഡിൽ തന്നെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് കട്ട് ബോട്ടം ആണ്. ആ ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ഇതുപോലെ നല്ലൊരു വർക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര സ്ട്രക്ചറബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് കൂടിയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. ഇതിന്റെ മീഡിയം ടു XXL വരെയുള്ള സൈസസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന 2 പീസ് സെറ്റ് ആണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ്. ചാന്ദിനി പ്രിന്റിലാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് താഴേക്കും ആ ഒരു വർക്ക് തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കൂടെ വിത്ത് ഒരു പലാസോ സെറ്റ് ആണ്, പലാസോ ആണ് വരുന്നത് ബോട്ടം ആയിട്ട്. അതിന്റെ എൻഡിലായിട്ട് ആ വർക്ക് സെയിം വർക്ക് തന്നെ ആ എൻഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടോപ്പിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. സ്ലീവ് വരുമ്പോൾ അതുപോലെ ഫുൾ ലെങ്ത്തിലാണ് കേട്ടോ സ്ലീവ് വരുന്നത്. ഇതിന്റെ മീഡിയം ടു XXL വരെയുള്ള സൈസസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ തന്നെ വേറൊരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്, അതും കാണിക്കാം. നേരത്തെ കാണിച്ച പാറ്റേൺ തന്നെ ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ ആ ഒരു ചാന്ദിനി പ്രിന്റിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് ചിക്കൻകാരി തന്നെ ഒരു 3 പീസ് സെറ്റ് ആണ്. ഇതുപോലെ ഒരു ഡബിൾ ഷെയ്ഡിലാണ് കേട്ടോ അത് വരുന്നത്. ഇതൊരു ഡാർക്ക് പിങ്കും ഒരു ഡസ്റ്റി പർപ്പിൾ ഷെയ്ഡും കൂടി വരുന്ന ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു ടോപ്പാണ്. ഇതിന്റെ ഇത് കണ്ടോ, ഇതുപോലെ ഹാൻഡ് വർക്ക്, ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ആ യോക്ക് സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ താഴേക്കും ആ ഒരു വർക്ക് പോയിട്ടുണ്ട്. സൈഡിൽ സ്ലിറ്റിലും ഇതുപോലെ ഒരു വർക്ക് ചെറുതായിട്ട് ഇതുപോലെ പോന്നിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 സ്ലീവ് ആണ്. സ്ലീവിലും നല്ല വർക്ക് അവിടെയും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെയാണ്. എല്ലായിടും ഫുള്ളായിട്ട് ഇതുപോലെ വർക്ക് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബോട്ടം വരുമ്പോൾ ഒരു സ്ട്രെയിറ്റ് കട്ട് ബോട്ടം ആണ്. അതൊരു ഡസ്റ്റി പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അതിന്റെ എൻഡിലായിട്ട് അതുപോലെ നല്ലൊരു വർക്ക് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതും സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ബോട്ടം ആണ് കേട്ടോ. അതിന്റെ ദുപ്പട്ട വരുമ്പോൾ ഡബിൾ ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. അടുത്തത് വരുന്നത് നേരത്തെ കാണിച്ച ആ പാറ്റേൺ നോക്ക് ഡിഫറെന്റ് ആയിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റില് ചിക്കൻകാരി വർക്ക് വന്നിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ്. ഇതൊരു 2 പീസ് സെറ്റ് ആണ്. ഇങ്ങനെയാണ് കേട്ടോ എന്റെ ഒരു ലുക്ക് വരുന്നത്. ഇതൊരു വൈറ്റ് ബേസില് മൾട്ടി കളേർഡ് ആയിട്ട് വരുന്ന ഒരു സെറ്റ് ആണ് കേട്ടോ. ഇതിൽ പീച്ചും ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡും ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ യോക്ക് സൈഡ് റൗണ്ട് നെക്ക് ആണ്. യോക്ക് സൈഡിലും ഇതുപോലെ നല്ല ഹെവി വർക്ക് വന്നിട്ട് ഫുള്ളായിട്ട് ആ ഒരു വർക്ക് അതുപോലെ പോയിട്ടുണ്ട്. നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് കേട്ടോ ഇത്. ഇതിന്റെ സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവ് ഇങ്ങനെയാണ്. ഇതിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ സെൻട്രലായിട്ട് ഒരു ചെറിയൊരു വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ആ ടോപ്പിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇനി ബോട്ടം വരുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിലാണ് ബോട്ടം വരുന്നത്. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് കട്ട് ബോട്ടം ആണ്. ഇതിന്റെ എൻഡിലായിട്ട് ഇതുപോലെ ആ ഒരു വർക്കും വന്നിട്ടുണ്ട്. അതേ ത്രെഡിൽ തന്നെ വന്നിട്ടുള്ള വർക്കാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇതിന്റെ തന്നെ 2 കളർ ഷെയ്ഡും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ നേരത്തെ കാണിച്ച പാറ്റേണിന്റെ തന്നെ വൈറ്റ് ബേസിൽ പർപ്പിളും പിങ്കും കൂടി വരുന്ന ഈ കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു സെറ്റാണ്. ഇങ്ങനെയാണ് അതിന്റെ ടോപ്പ് വരുന്നത്. അതുപോലെയാണ്. ബാക്ക് സൈഡ് വരുമ്പോൾ ഈ ഒരു വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ബോട്ടം വരുന്നത്. ഇതുപോലെയാണ്. ഇതിന്റെ എൻഡിലായിട്ട് ആ വർക്കും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് വൈറ്റില് ഈ ഒരു ഗ്രീനും യെല്ലോ ഷെയ്ഡും ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ വർക്കാണ്. ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ലുക്ക് വരുന്നത്. ഇതുപോലെയാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. വൈറ്റ് ത്രെഡിൽ വന്നിട്ടുള്ള ഒരു വർക്കാണ്.
3/4 സ്ലീവ്. ബാക്കിൽ ഇതുപോലെയാണ് വർക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ്. ഗ്രീൻ കളറാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. ഇതുപോലെയാണ് ബോട്ടം. സ്ട്രെയിറ്റ് കട്ട് ബോട്ടം ആണ്. ഇതിന്റെ എൻഡിലായിട്ട് ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ കോട്ടണില് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച ആ പാറ്റേൺ തന്നെ കുറച്ച് കളേഴ്സും കൂടി നമ്മൾ ഈ പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഇത് ഫസ്റ്റ് വൺ ഇതുപോലെ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ്. ഇങ്ങനെയാണ് കേട്ടോ എന്റെ ലുക്ക് വരുന്നത്. ഇതുപോലെ ഒരു സെൽഫ് ഡിസൈനിലാണ് ഈ ഫാബ്രിക് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ യോക്ക് സൈഡ് ഫുൾ ആയിട്ട് ഹെവി വർക്ക് വന്നിട്ടുണ്ട്. അടിയിലേക്കും ഇതുപോലെ തന്നെ ആ ഒരു വർക്ക് പോയിട്ടുണ്ട്. ഇതിന്റെ സ്ലിറ്റ് വരുന്നത് ഇതുപോലെ സ്കാലപ്പ് സ്റ്റൈലിൽ വരുന്ന ത്രെഡ് വർക്കാണ് കേട്ടോ അതിൽ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ നെക്ക് ലൈനിലും ആ ഒരു സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത്. പിന്നെ പോട്ട്ലി ബട്ടൺസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ തന്നെ ആ ഒരു സ്റ്റൈലിലാണ് ത്രെഡ് വർക്ക് ഇവിടെ സെൻട്രൽ വന്നിട്ടുമുണ്ട്. ഇതിന്റെ തന്നെ നമുക്ക് ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് ഒന്ന് വേഗം കാണാം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലൊരു വൈൻ റെഡ് ഷെയ്ഡാണ്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെയാണ്. അടുത്തത് ഒരു വൈറ്റ് കളറാണ്. ഇങ്ങനെയാണ്. ഇതെല്ലാം തന്നെ സെൽഫ് ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു സീ ഗ്രീൻ ഷെയ്ഡാണ്. ഇതുപോലെയാണ് എൻ്റെ ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. ഇതെല്ലാം തന്നെ ഡയബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ്. ബാക്ക് വരുന്നത് ഇങ്ങനെയാണ്. ലാസ്റ്റ് വൺ ഒരു യെല്ലോ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് എൻ്റെ ലുക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇതെല്ലാം തന്നെ. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാനായിട്ട് 3 ഡിഫറെന്റ് ഡിസൈനിൽ വരുന്ന പലാസോയും നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ചിക്കൻകാരി വർക്ക് വരുന്ന സ്ട്രെയിറ്റ് കട്ട് ബോട്ടും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. മൊഡാൽ ഫാബ്രിക്കിൽ ചിക്കൻകാരി വർക്ക് വരുന്ന പാറ്റേൺസ് നമ്മൾ ഇതിന് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ തന്നെ 4 ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് നമ്മൾ ഇപ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് വേഗം കാണാം. ഫസ്റ്റ് വൺ ഒരു യെല്ലോ ഷെയ്ഡാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ്. അടുത്തത് ഒരു പിങ്ക് ഷെയ്ഡാണ്. അടുത്തത് വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡാണ്. നെക്സ്റ്റ് ഇതുപോലെ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്ന ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ്. ഇത്രയും ഷെയ്ഡ്സ് ആണ് ഇപ്രാവശ്യം മൊഡാലിൽ വന്നിട്ടുള്ളത്. ഇതെല്ലാം തന്നെ റെഡി ടു ഡെസ്പാച്ച് ആണ്. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് താഴെ കാണുന്ന നമ്പറിൽ വിത്ത് സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ പുതിയ നല്ല കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.